അള്ളാഹ്ക്കറിയാവല്ലോ. മാത്രവുമല്ല, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കഥയുണ്ട്. ചെറുപ്പത്തിൽ യൂസുഫ് നബി തീരെ പറയാൻ പാടില്ല. കാരണം 9 വയസ്സ് പ്രായമുള്ളപ്പോ യൂസുഫ് നബി ആരുമില്ലാത്ത സ്ഥലത്ത് രക്ഷിച്ചതാരാ? അള്ളാഹ്. എപ്പോ എത്ര വയസ്സുള്ളപ്പോ? നമ്മുടെ മക്കൾ എന്നുള്ളത് കേട്ടോ. ഇതാ ഒരു മകന്റെ കഥ പറഞ്ഞത്. ഇങ്ങോട്ട് വാ. എത്ര വയസ്സുള്ളപ്പോ? 9 അല്ലെങ്കിൽ 12. യൂസുഫ് നബിയെ രക്ഷിച്ചു. എപ്പോഴാ? എവിടെ വെച്ചാ? എവിടെന്ന്? നിങ്ങൾക്ക് യൂസുഫ് സുലൈഖ കഥയെന്ന് പറഞ്ഞ ആകെ അറിയാവുന്നത് സുലൈഖാബി യൂസുഫിനെ കെട്ടിപ്പിടിച്ചു. പിന്നെ എന്തോ ആ കഥ റംലാബീഗത്തിന്റെ കഥാപ്രസംഗത്തിൽ പണ്ട് മുതലേ സൂറത്ത് യൂസുഫിന് നമുക്ക് മലയാളികൾക്കറിയാവുന്ന ഒരേ ഒരു കാര്യം ഏതാ? യൂസുഫ് സുലൈഖാനെ കെട്ടിപ്പിടിച്ചു. അതല്ലാണ്ട് അതിനപ്പുറത്തോട്ട് സൂറത്ത് യൂസുഫ് നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് റംലാബീഗം പണ്ടേ കഥാപ്രസംഗം ഇന്ന് സ്ത്രീകളിൽ സുലഭമാ, പരിശുദ്ധ ദീനിന് വന്ന ഗുരുതര രോഗമാ. റംലാബീഗത്തിന്റെ കഥാപ്രസംഗത്തിലും പിന്നെ മാർക്കോസിന്റെ മാപ്പിളപ്പാട്ടിലും അതിനകത്ത് യൂസുഫ് നബിയെയും സുലൈഖാബിയെയും ഇങ്ങനെ മാർക്കോസ് വർണ്ണിച്ച് നമ്മളൊരു സുലൈഖയെ തന്നെയാണോ പറയും നമ്മൾ ചിന്തിച്ചു. ആ രീതിയിൽ അമ്പിളിയോ വാർമഴവില്ലോ ഇമ്പപ്പുമേനിയിലെന്തൊരു ചന്തം അഴകൊടുകും യൂസുഫ് നബിയെ മോഹിച്ചു സുലൈഖ ബീവി. മഞ്ചായ മഞ്ചുകൾ കവിലവും ചിഞ്ചിലമേറിയ യൂസുഫ് നബിയെ ചിഞ്ചില പൂമിഴി വണ്ടിന്റെ നവളാൽ സുലൈഖ ബി വലയെറിഞ്ഞേ. സഖിമാരോടവൾ കഥ പറഞ്ഞ് പാടണ ഞാനും പാടും വേണ്ടാന്ന് വെച്ചിട്ടല്ലേ. ഇത് കൂടുതൽ മോശമാകണ്ടെന്ന് ഓർത്തിട്ടാ നിർത്തിയത്. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അതിൽ സുലൈഖ യൂസുഫിന്റെ പ്രേമത്തിൽ നിന്നു. എന്ന ചെറുപ്പക്കാരാ ഇന്ത്യൻ മുസൽമാൻ ഇവിടേക്ക് നോക്ക്. ആരാ യൂസുഫ്? 9 വയസ്സ് പ്രായം. എത്ര വയസ്സ്? ഈ കിണർ കണ്ട? ഇതിന് എത്ര അടി താഴ്ചയുണ്ട്? ഈ കിണറിന് എത്ര അടി താഴ്ചയുണ്ട്? ചിരിക്കണം. എത്ര അടി? ഇവിടെ അടിയെന്നല്ലേ പറയണേ? അടിയെന്ന് തന്നെയല്ലേ ഇവിടെ പറയണേ? അതാ അടിയെന്നാണോ പറയണേ? എത്ര അടിയുണ്ട്? 10 4 വഫി റിവായത്തിന് ഉഖറ 16 പോട്ട് 10 അടി. 4 പോലെ. ഇനി അത് കണക്കൂട്ടാൻ വലിയ നമ്മളെല്ലാവരും കൂടെ മുത്തഫക്കുൻ അലൈഹിയായിട്ട് 10 അടി നിർത്തും. 10 അടി. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ وَأَلْقُوهُ فِي غَيَابَةِ الْجُبِّ يَلْتَقِطُهُ بَعْضُ السَّيَّارَةِ إِنْ كُنتُمْ فَاعِلِينَ. ബഹുമാനപ്പെട്ട യൂസുഫ് നബിയെ കൊല്ലാൻ വേണ്ടി സഹോദരങ്ങൾ ആരും വിളിച്ചാൽ കേൾക്കാനില്ലാതെ പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന കാടിന്റെ നടുവിൽ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോവുകയാ. സഹോദരിമാരെ ഇവിടേക്ക് കേൾക്കുക. ആ യൂസുഫിനെ കിണറിന്റെ പടിയുടെ മുകളിൽ എത്തിച്ചു. ഇതുപോലെ കാനനത്തിന്റെ നടുവിലൊരു കിണറാണ്. ആ കിണറിന്റെ മുകളിൽ യൂസുഫ് നബിയെ കൊണ്ടുപോയി നിർത്തുകയാ. സഹോദരങ്ങളെ കൈയൊന്ന് വെട്ടാ. യൂസുഫ് എന്ന് പറയുന്ന 9 വയസ്സുകാരൻ കിണറിന്റെ അടിക്കുകയാ. താഴ്ഭാഗത്ത് പണം വിരത്തിയാടുന്ന പാമ്പുകളെയും തേളുകളെയും കണ്ടപ്പോ യൂസുഫ് പേടിച്ചുപോയി. 9 വയസ്സുകാരനായ യൂസുഫിനെ സഹോദരങ്ങൾ വിരളം നനച്ചാൽ ആ യൂസുഫ് പൊട്ടക്കിണറ്റിലേക്ക് പോവുകയാണ്. സഹോദരങ്ങളുടെ കയ്യിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ആരാരെ സഹായിക്കാനില്ലാത്ത നിലവിളിച്ചാൽ ഒരു മനുഷ്യൻ പോലും ഓടി വരാത്ത ആ കിണറ്റിന്റെ നെടുവിൽ മനന്നു കിടന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് യൂസുഫ് നബി വിളിച്ചു, യാ ഷാഹിദ ഗൈറഗായിബ്, യാ ഷാഹിദ ഗൈറഗായിബ്, യാ ഷാഹിദ ഗൈറഗായിബ്. വിളിച്ചാലും മറയാത്തവനെ തമ്പുരാനെ, അടിമയുടെ ദുഃഖം കാണുന്നവനെ തമ്പുരാനെ, എന്നെ സഹായിക്കാൻ ഈ സമയത്ത് ഒരാൾ പോലും ഇല്ല. അല്ലോ ആ ദുആ കേൾക്കേണ്ട താമസം സഹോദരങ്ങളെ ആരാരും കട
കടന്നു വരാത്ത കാനനത്തിന്റെ നടുവില് യൂസുഫ് വിളിക്കേണ്ട താമസം അല്ലാഹു പറഞ്ഞു ജിബ്രീലേ പറന്നിറങ്ങുക. അർശിന്റെ മുകളിൽ നിന്ന് ജിബ്രീല് താഴേക്ക് പറന്നിറങ്ങി. അതേ സമയത്ത് തന്നെ സഹോദരങ്ങൾ യൂസുഫിനെ കിണറ്റിലേക്കിട്ടു. ഇനി ബാക്കി ജിബ്രീല് പറയട്ടെ. ആകാശത്ത് നിന്ന് ജിബ്രീല് പറന്നിറങ്ങുന്നു. അതേ സമയത്ത് യൂസുഫ് കിണറ്റിലേക്ക് വീഴുകയാണ്. കേൾക്കുന്ന സഹോദരങ്ങളെ, ആരാണല്ലാഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, പക്ഷേ കിണറിന്റെ അടിത്തട്ടിൽ ആദ്യമെത്തിയത് ഞാനാണെന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. ചിന്തിക്ക്, അള്ളാനെ പഠിക്ക്. കിണറിന്റെ അടിത്തട്ടിൽ ആദ്യമെത്തിയതാരാ? യൂസുഫ്. കിണറിന്റെ അടിത്തട്ടിൽ ആദ്യമെത്തിയത് ഞാനാണ്. ഇങ്ങനെ പാറക്കെട്ടിന് മുകളിലിരുത്തി യൂസുഫ്. ആരാ രക്ഷിച്ചതാരാ? 12-9 വയസ്സുള്ളപ്പോ കൊടുങ്കാടിന് നടുവിൽ ശത്രുക്കൾ നിന്റെ സഹോദരങ്ങളെ കൊല്ലാൻ നേരത്തെ വിളിച്ചപ്പോ ആ സമയത്ത് അർശിന്റെ മുകളിൽ നിന്ന് ജിബ്രീലിനെ പുറത്തിട്ട് രക്ഷിച്ചത് ഞാനല്ല യൂസുഫ്. പിന്നെന്തിനാ ഒരു കുറുനീന്ത റബ്ബുക, മറ്റൊരാളോട് നീ പറഞ്ഞു വിട്ടതെന്തിനാ? ഇതാണ് ഈമാൻ. കിണറിന്റെ ഒരു 100 അടി വിചാരിച്ച കിണറിന്റെ അടിത്തട്ടിലേക്ക് കുട്ടി താഴേക്ക് വീണു. അർശിന്റെ മുകളിൽ നിന്ന് നബി അലൈഹിസ്സലാത്തു വസ്സലാം താഴേക്ക് വന്നു. എത്ര മുകളിൽ നിന്നാ വരിക? അർശെവിടെയാ? ദാ കിടക്കുന്നു. സമയമില്ലല്ലോ ഇവിടെ ചോദ്യമൊക്കെ പറയാൻ. അർശെവിടെയാ? ഏഴിമല നാമക അക്കാദമി. അർശെവിടെയാ? അർശ് ഏഴാൻ ആകാശത്ത്. നിങ്ങൾക്ക് ഈ ഏഴാൻ ആകാശവും ഈ പയ്യും ഈ കജ്ജും ഈ നെജ്ജും അല്ലാതെ ഏതാകാശം? എത്ര ആകാശമുണ്ട്? 7. 7. അതെ. എന്റെ കൂടെ കണ്ണൂരുള്ള കുട്ടിയുണ്ടായിരുന്നു പഠിക്കാൻ. അവൻ വ്യാഴാഴ്ച സിറ്റിയിൽ പോയി. അപ്പൊ മഴ പെയ്തിട്ട് എല്ലായിടത്തും വെള്ളമായി. തിരിച്ചു വന്നിട്ട് അവൻ പറഞ്ഞു, വ്യാഴാഴ്ച മഴ പെയ്തിട്ട് വൈ മുഴുവനും കൊയോന്ന് കിടക്കുകയാണ്. എത്ര അർശെവിടെയാ? ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറഞ്ഞുതരാം. ഇനി വേറൊരാളിത് പറയാൻ ഇടവരരുത് കേട്ടാ. പഠിച്ചു. അർശെവിടെ? 7 ആകാശത്തിന്റെ മുകളിൽ. 7 ആകാശം എങ്ങനെയാ? 7 ആകാശം കഴിഞ്ഞാൽ പിന്നെ അർശ? എന്റെ കുട്ടികളെ പഠിക്കണ്ടടാ കുട്ടിയെ. ആരേലും ഒരാൾ വന്നിട്ട് അള്ളാടെ അർശെവിടെയാ, സ്വർഗം എവിടെയാന്ന് വെച്ചാൽ പറയാനൊരു കടന വേണ്ടേ? ഇപ്പടി മാഹിയിലെ പെണ്ണിനെ കണ്ടുക്ക, ചൊക്ലിനെ അവളുടെ കടുക്ക. ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ ആദ്യം കാണുന്നത് സമാഉ ദുനിയ. ജിബ്രീൽ എവിടെ നിന്നാ വരുന്നതെന്ന് പറയാം. ആദ്യം കാണുന്നത് സമാഉ ദുനിയ. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير. കാണുന്നത് സമാഉ ദുനിയ. അത് കഴിഞ്ഞാലാണ് ഒന്നാം ആകാശം. ഈ കാണുന്ന ഒന്നാം ആകാശമല്ല. അറ്റ്മോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്റ്റാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ, മിത്തോസ്ഫിയർ. ദാ വരുന്നു മഴ. നിർത്തിയേക്കട്ടെ പോരെ? 3 മണിക്കൂറാ? 3 മണിക്കൂർ പ്രസംഗിക്കാൻ ഈ വയ്യാത്ത എന്നോട്. ആന അറിഞ്ഞോണ്ട് ആനപ്പിണ്ടം കണ്ടിട്ടുണ്ടോ? ആനപ്പിണ്ടം ഇടുമ്പോ എന്താ അതിന്റെ വലിപ്പമെന്നറിയോ? ആന ഇടുന്ന കണ്ടിട്ടില്ല, അതിന്റെ പിണ്ടോന്നല്ലേ പറയാ. എന്താ വലിപ്പം? ആളുകൾ ഈ പിണ്ടം വീഴുമ്പോ ആളുകൾ എന്താ ഇതിന്റെ വലിപ്പം? പക്ഷെ ഇത് ഇടണ പാട് ആനയ്ക്കല്ലേ അറിയോ? അതിനെക്കുറിച്ച് ആരെങ്കിലും ഇത് ആന എത്ര പാടുപെട്ട ഇത് ഇടണേ? ഇത് കേൾക്കാൻ വലിയ ഇഷ്ടമാ, പക്ഷെ ഇത് സംഭവം കരള് കലങ്ങണ കാര്യമാണ്. കരള് വെള്ളമാവും. വഅ്ള് പറയണ ഒരു മുസ്ലിയാർക്ക് കൂടുതൽ നെഞ്ചിന് ആയുസ് ഉണ്ടാവില്ല. ഖത്തീബുമാരുടെ ജോലി വളരെ നൈസാന്ന് ആളുകൾ വിചാരിക്കുക. ശമ്പളം ഏറ്റവും ചെറിയ ശമ്പളമായി കാണും. പള്ളിയിലെ ഖത്തീബിന്റെ ശമ്പളവും ക്ലോസറ്റിലെ വെള്ളവും ഒരേപോലെ അല്ല. യസീദു വല യൻഖുസു. അത് കൂടുമില്ല കുറയുമില്ല.
സഹോദരങ്ങളെ, ഇവിടെ നിന്ന് കണ്ടാൽ കാണുന്നത് സമാവുദ്ദുനിയ, സമാവുദ്ദുനിയ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നാം ആകാശമാണ്. സമാവുദ്ദുനിയയുടെയും ഒന്നാം ആകാശത്തിന്റെയും ഇടയിൽ, ഈ ഭൂമിയുടെയും സമാവുദ്ദുനിയയുടെയും ഇടയിലുള്ള അകലമുണ്ട്. അതായത് 15,14,97,906 കിലോമീറ്റർ അകലമുണ്ട്. ഒന്നാം ആകാശത്തിന്റെയും രണ്ടാം ആകാശത്തിന്റെയും മൂന്നാം ആകാശത്തിന്റെയും ഇടയിൽ ഒന്നാം ആകാശത്തിന്റെയും രണ്ടാം ആകാശത്തിന്റെയും ഇടയിലുള്ള ദൂരമുണ്ട്. നാലാം ആകാശത്തിന്റെയും അഞ്ചാം ആകാശത്തിന്റെയും ഇടയിൽ, ഒന്നാം ആകാശത്തിന്റെയും നാലാം ആകാശത്തിന്റെയും ഇടയിലുള്ള ദൂരമുണ്ട്. അങ്ങനെ ഏഴാകാശം കഴിഞ്ഞാൽ അർശല്ല. അവിടെയാണ് ഇന്ദ്ര സിദറത്തുൽ മുന്തഹ. ഏഴാകാശം കഴിഞ്ഞാൽ സിദറത്തുൽ മുന്തഹ. സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന ഒരു സാധനം പരമാവധി എവിടം വരെ പോകാമോ അതാണ് ആ സ്ഥലം. അത് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരും, മോട്ടോട്ട് പോവില്ല. അത് കഴിഞ്ഞ് മേപ്പോട്ട് പോയ ഒരേ ഒരാളേ ഉള്ളൂ. ആരാണത്? സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറുഹു അദാജിൻ മിനൽ ഉലമി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സിദ്റത്തുൽ സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞാൽ ഇന്ദഹ ജന്നത്തുൽ മഅവ. പിന്നെ ജന്നത്തുൽ മഅവയാണ്. ആ ജന്നത്തുൽ മഅവ കഴിഞ്ഞാലാണ് അർശുള്ളത്. അവിടെ നിന്നാണ് ജിബ്രീൽ വന്നത്. എത്ര അപ്പുറത്ത് നിന്നാണ് സഹോദരങ്ങളെ. ഇനി ഏഴാകാശം, സിദ്റത്തുൽ മുന്തഹ, ജന്നത്തുൽ മഅവ. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏഴാകാശം എങ്ങനെ മനസ്സിലാവാനാ? ഈ പ്രപഞ്ചം തന്നെ മനസ്സിലാവില്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ 10,000 കോടി മുതൽ 80,000 കോടി വരെ ഗാലക്സികളുണ്ട്. 80,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയാണ് ക്ഷീരപഥം മിൽക്കി വേ. ആ ക്ഷീരപഥത്തിലെ 10,000കണക്കിന് നക്ഷത്രപ്പെട്ട നക്ഷത്രമാ സൂര്യൻ. ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഗൃഹമാണ് ഭൂമി എന്നാണ് പണ്ട് മുതലേ പറഞ്ഞത്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ, കോടാനുകോടി ഗാലക്സികൾ. ആ ഗാലക്സിയിൽ ഒരു ഗാലക്സിയായ ക്ഷീരപഥം, അതിലെ കോടിക്കണക്കിന് നക്ഷത്രത്തിൽപ്പെട്ട ഒരു നക്ഷത്രം സൂര്യൻ. ആ സൂര്യൻ 9 ഗ്രഹങ്ങളെ ഉള്ളൂ എന്നാണ് പണ്ട് മുതലേ സയൻസിൽ നമ്മളെ പഠിച്ചത്. 8ാം ക്ലാസ്സിൽ എന്നെ സയൻസ് പഠിപ്പിച്ച ജാൻസി ടീച്ചർ എന്നോട് പറഞ്ഞത്, 8ാം ക്ലാസ്സിലെ പഴയ മരബെഞ്ചിൽ ചെന്നിട്ട് സെന്റ് തോമസ് യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ അറക്കുളത്ത് സെന്റ് തോമസ് യു പി സ്കൂളിൽ ഞാൻ സയൻസ് പഠിക്കുമ്പോ അന്ന് എന്നെ പഠിപ്പിച്ച ജാൻസി ടീച്ചർ എന്നോട് പറഞ്ഞത്, സൂര്യനെ ചുറ്റി 9 ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെന്നാ. പക്ഷേ കഴിഞ്ഞ വർഷം നാസയിലെ ശാസ്ത്രജ്ഞൻ എന്നോട് പറഞ്ഞു, ഞാൻ വായിച്ചു 10ാമതൊന്നുകൂടി കണ്ടുപിടിച്ചെന്ന്. കഴിഞ്ഞ ആഴ്ച വീണ്ടും കേൾക്കുന്നു 11ാമതൊന്നുകൂടി കണ്ടുപിടിച്ചെന്ന്. അത് ഈ സൂര്യനിൽ നിന്ന് 40 അസ്ട്രോണമിക്ക് പോയിന്റ് അകലെയാണെന്ന്. ഒരു അസ്ട്രോണമിക്ക് പോയിന്റ് സൂര്യനും ഭൂമിയിൽ നിന്നുള്ള അകലമാണ് 15 കോടി കിലോമീറ്റർ. അതായത് സൂര്യനിൽ നിന്ന് 60 കോടി കിലോമീറ്റർ അകലെയാണ് 11ാമത് കണ്ടുപിടിച്ചത്. അതേപോലെ ഇനിയും പലതുമുണ്ടത്രേ. ആർക്കറിയാം? അനന്തമജ്ഞാതം അവന്നനീയം, ഈ ലോകതോറും തിരിയുന്ന മാർഗം. അതിന്റെ രങ്ങാടിവിടത്തിരുന്ന് നോക്കുന്ന മറുത്തിന് കഥ എന്ത് കണ്ടു? എല്ലാം അനന്തമജ്ഞാതം അവന്നനീയമായി ഈ പ്രപഞ്ചം ഇങ്ങനെ കടന്നു കൊള്ളുമ്പോ അറശിന്റെ മുകളിൽ നിന്ന് ഒരു അടിപോലും വലിപ്പമില്ലാത്ത കിണറിന്റെ അടുത്തിട്ട് പോയത് ഒരു കുഞ്ഞെത്തുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിന് അങ്ങേ തരക്കൽ നിന്ന് തന്റെ മനത്തിനെ താഴെയെത്തിച്ച വഹക്കത്തു മയ്യസി സിവാകാരി ഫകിരി വജീതുക മുഹ്താദൻ ഫകൈഫ അലിയോ. അവനോടാണ് ഞാൻ എന്റെ സങ്കടം പറഞ്ഞത്. വസിയ കുർസിയുഹു സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ആകാശത്തിന്റെ ഹിഫ്ള് അവന്റെ കയ്യിലാ. വഫീ ഹിഫ്ളിഹി സമാവാതി വൽ അർള. ആകാശത്തെ സംരക്ഷിക്കുന്നവനെന്തോ എന്നെ സംരക്ഷിക്കാൻ കഴിയില്ല. ഈ ആകാശത്തിന്റെ സംരക്ഷണം, വല്ലറുളി ഭൂമിയുടെ സംരക്ഷണം, വലാ യഊദുഹു ഹിഫ്ളുഹുമാ.
റബ്ബിനൊരു പ്രശ്നമല്ല. പിന്നെ 5 അടി 10 ഇഞ്ചുള്ള എന്റെ സംരക്ഷണം എന്റെ റബ്ബിന് ബുദ്ധിമുട്ടാകുന്നതെങ്ങനെയാ? അവൻ ആകാശത്തെ സംരക്ഷിക്കാമെങ്കിൽ, അവനെ കടലിനെ സംരക്ഷിക്കാമെങ്കിൽ, എന്താ യൂസുഫ് മറ്റൊരുത്തനോട് നിന്റെ കാര്യം പറഞ്ഞു? എന്നോട് പറ മലിക്കുൽ മുലൂകി വഹുകുമുഹു ഫീ ഖൽഖിഹി, മലിക്കുൽ മുലൂകി വഹുകുമുഹു ഫീ ഖൽഖിഹി. ഇവിടുത്തെ രാജാക്കന്മാര് മനുഷ്യരെ ഭരിക്കുന്നവനാ, പക്ഷെ രാജാവിനെ ഭരിക്കുന്ന രാജാവ് ഞാനാ. സദ്ദാമിനെ ഭരിക്കുന്നത് ഞാനാ, ചുഗുലേറെ ഭരിക്കുന്നത് ഞാനാ, മുർസിയെ ഭരിക്കുന്നത് ഞാനാ, സിസിയെ ഭരിക്കുന്നത് ഞാനാ, ബുഷിനെ ഭരിക്കുന്നത് ഞാനാ, മോദിയെ ഭരിക്കുന്നത് ഞാനാ. ഞാനാണ് മാലിക്കുൽ മുലൂക് വല്ലാഹു വാഹിദുൽ ഖഹാർ. അവനാണ് ഏകാധിപതി, അവനാണ് സർവാധിപതി, അവനാണ് സ്വേച്ഛാധിപതി. ഭൂരിപക്ഷം അവന്റെ മുമ്പിൽ കാര്യമല്ല. അവൻ ഫറോവയുടെ കൊട്ടാരത്തിൽ മൂസനബിയെ വളർത്തിയവനാ. അവൻ സമൂഹിന്റെ ബോധത്തിന്റെ മുമ്പ് ആരാ സഹോദരങ്ങളെ അധികാരം ഭയപ്പെടുത്തുന്നതെന്തിരാ? സമ്പത്ത് ഭയപ്പെടുത്തുന്നതെന്തിരാ? അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ മരിച്ചതിന് ശേഷമല്ലേ സ്വർഗം കിട്ടു? എന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞ ആളല്ലേ നമ്രൂദ്. എന്തേ നമ്രൂദ് എവിടെ? എന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ ദുനിയാവിൽ വെച്ച് സ്വർഗം തരാമെന്ന് പറഞ്ഞ നമ്രൂദ് എവിടെ? അയിന ഖാറൂൻ, അയിന ഹാമാൻ, അയിന ഫിർഔൻ, അയിന സദ്ദാദ്. ആരാ രാജാവാരാ? ഞാനൊരു രാജാവിനെ കാണാൻ പോയി. നമ്മുടെ ബഹുമാനനായ ഈജിപ്തി സുഹൃത്തിന്റെ ഈജിപ്തിലെ മ്യൂസിയത്തിലൊരു രാജാവ് കിടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച രാജാവിനെ കാണാൻ പോയി. ആ രാജാവാരാ? ആ രാജാവിനെ കുറിച്ച് പലയിടത്തും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ കാണാൻ പോയി ഞാൻ ഈജിപ്തിലെ മ്യൂസിയത്തിൽ പോയപ്പോ രാജാവിനെ കാണണമെങ്കിൽ $20 കൊടുക്കണം. രാജാവിനെ കാണാൻ എത്രയാ? ആ രാജാവിനെ കാണണമെങ്കിൽ $20 കൊടുക്കണം. $20 കൊടുത്തിട്ട് ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തില് ഞാൻ കയറി ചെന്നു. പോയപ്പോ ഗ്ലാസിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് രാജാവ്. ഞാൻ വിചാരിച്ചത് അവനൊരു 60 അടി കാണുമെന്നാണ്. പക്ഷെ അവൻ 5.5 അടിയിൽ കൂടെയില്ല. അസ്ഥികൂടമായി നീന്തി നിവർന്ന് കിടക്കുന്നുണ്ട് രാജാവ്. അവൻ ആരെന്നറിയോ? അവനാണ് പറഞ്ഞത് അനല്ലദീ മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂ. ഈ നെയിലിനെ ഒരുക്കുന്നത് ഞാനാ, ഈ നെയിലിനെ ഒരുക്കുന്നത് ഞാനാ. എന്നോട് ചോദിച്ചിട്ടാണ് മഴ പെയ്യുന്നതെന്ന് പറഞ്ഞ ഫിർഔൻ ഈജിപ്തിലെ മ്യൂസിയത്തില് കിടക്കുന്നുണ്ടടാ രാജാവ്. അത് രാജാവ് മനുഷ്യരെ ഭരിച്ച രാജാവാ. രാജാവാരാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ആ രാജാവിനെ അനുസരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ഒരാളോട് പറഞ്ഞു ഉദ്കുർ ഇൻദ റബ്ബിക, എന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ. എടാ, ഏത് രാജാവിനെ പേടിക്കാൻ ഉണ്ടോ? രാജാവിനെ പേടിക്കണോ? ആ കിടക്കുന്ന രാജാവ് കൈറോ മ്യൂസിയത്തിൽ ഈജിപ്തിലെ ഫീ കൈറോ ഫിറഔൻ നളർതു ഇലാ ഫിറഔൻ മുൻദു ഉസ്ബുഐനി ഖബല ഉസ്ബുഐനി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങടിവിടെ ഞാൻ അല്ലാഹു. എവിടെ? ഐന ഫിറഔൻ, ഐന ഹാമാൻ, ഐന ഖാറൂൻ, ഐന സദ്ദാദ് ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. അവനെ തകർത്തു കഴിഞ്ഞു അല്ലാഹ്. ആര്? ആ അധികാരമൊന്നും കണ്ടിട്ട് നമ്മളെ പേടിപ്പിക്കണ്ട. നമ്മൾ ഓലപ്പാമ്പ് കേട്ടാ പേടിക്കുന്നവരല്ല. നമ്മളാരാ? നമ്മളാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹ്റൈനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അലാഇബ്നുൽ ഹളറമി റളിയല്ലാഹു അൻഹുവിനെ സഹാബത്തിനെ പറഞ്ഞുകൊണ്ട് അവര് സമുദ്രത്തിന് മുമ്പിലെത്തി. തോണിയില്ല, കപ്പലില്ല, കടൽ കിടക്കാൻ മാർഗങ്ങളില്ല. ആ സമയത്ത് അലാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ കുതിരയുടെ മുൻകാല് കടലിലേക്ക് ഇറക്കി നിർത്തി, കുതിരയുടെ പിൻകാല് വെളിയിലേക്ക് നിർത്തി. 3000-ഓളം വരുന്ന സഹാബത്ത് കുതിരയുടെ മുൻകാല് ബഹ്റൈൻ കടലിലേക്ക് ഇറക്കി നിർത്തി. എല്ലാവരും കണ്ണട
കണ്ണടച്ചോളുക. എല്ലാവരും കണ്ണടച്ചു. ഓ സമയത്ത് ആകാശത്തേക്ക് നോക്കുകയുണ്ട്. അലാറിയോ അവന് 2 ദിക്റ് ചൊല്ലി. യാ അലീമു യാ ഹലീം, യാ അലീമു യാ ഹലീം. 10 ദിക്റ് ചൊല്ലി തീർന്നില്ല. ഞങ്ങൾ കണ്ണു തുറന്നപ്പോ വനഹ്നു ഫീ ബഹ്റൈൻ, ഞങ്ങളുടെ കുതിരകള് ബഹ്റൈനിലെത്തിയിരുന്നു. 10 ദിക്റ് പറഞ്ഞപ്പോ കുതിര കടലിന്റെ മുകളിലൂടെ പറന്നു. ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഹാല് അങ്ങനെയൊക്കെ പോകുവോ? എടാ നീ വിശ്വസിച്ചില്ലെന്ന് നോക്കിട്ട് എന്താ കാര്യം? യുക്തിവാദികൾ 2 സൈസാ. 1 എടമറുകിന്റെ യുക്തിവാദി, 2 മുസ്ലിം യുക്തിവാദി. 2 മുസ്ലിം യുക്തിവാദി അവൻ പറയേ ദിക്റ് ചൊല്ലിയാ കടല് കിടക്കോ? ഞാൻ വിശ്വസിക്കൂല, ഞാൻ കണ്ടിട്ടില്ല. എടാ നീ കണ്ടിട്ടില്ലെങ്കിൽ എന്താ? നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇല്ലാതാവോ? അള്ള ഇല്ല എന്ന് പറയുന്ന ആളുകൾ എത്രയുണ്ട്? അതുകൊണ്ട് അള്ള ഇല്ലാതാവോ? അള്ള ഇല്ലാന്ന് എത്ര പേര് പ്രസംഗിച്ചതുകൊണ്ട് അള്ള ഇല്ലാതാവോ? എടാ നീ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ദീനില്ലാതാവോ? അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. സമയം ഒത്തിരിയായി പോയി. ഞാൻ പെട്ടെന്ന് പറയട്ടെ, പെട്ടെന്ന്. ഈമാൻ തന്നെ പറഞ്ഞു തീർന്നില്ല. ചായ എന്താ ഇങ്ങോട്ട് നോക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവാനുണ്ടോ? ഈമാനുണ്ടോ മനസ്സിൽ? ഈമാനുണ്ടോ? ഈമാനുണ്ടോ? ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകളിൽ ചിന്താശേഷി പണയപ്പെടുത്താതെ അന്ധവിശ്വാസത്തിന്റെ വിരാരാധനയുടെ വിളക്കുമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇബ്രാഹിമെ മില്ലത്തിനെ നെഞ്ചോട് പിടിച്ച് മുഹമ്മദ് സുന്നത്തിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അന ഖാദിമു റസൂലില്ലാ, ഞാൻ ഹബീബായ മുത്തിന്റെ സേവകനാണെന്ന് പറഞ്ഞു ലോകത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയണം. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ഒരു ചെറുപ്പക്കാരൻ തന്റെ ആവലാതി ആരോട് പറഞ്ഞു? 12 വർഷം ജയിലിൽ തന്നെ കിടന്നു. ഇനി വേറൊരു ചെറുപ്പക്കാരന്റെ കഥ പറയാം. 2 കഥ പറയാന്നല്ലേ പറഞ്ഞേ? രണ്ടാമത്തെ പറയട്ടെ. രണ്ടാമത്തതാരാ? രണ്ടാമത്തെ ചെറുപ്പക്കാരനാരാ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ ഊരിപ്പിടിച്ച വാളുമായി പട്ടാളക്കാര് പിന്തുടരുമ്പോ ഒരു നേരത്തെ മണ്ണില്ല, വിണ്ണില്ല, പെണ്ണില്ല, ഒരു നേരത്തെ കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, തലകായ്ക്കാൻ ഒരിടമില്ലാതെ നിരാശയിലോട്ട് പോകല്ല പെങ്ങള് ഓടുകയാണ് ഈജിപ്തിൽ നിന്ന് ജോർദാനിലേക്ക്. കൊടുങ്കാടിന്റെ നടുവിലൂടെ ഓടുകയാണ്. പുറകിലൂടെ ഊരിപ്പിടിച്ച വാളുമായി ഫറോവ വരുന്നുണ്ട്. അവസാനം ഓടിച്ചെന്ന് ജോർദാന്റെ വനാന്തരത്തിന്റെ ഉള്ളിലെത്തുമ്പോ കോടിക്കതച്ച് തൊണ്ട വരലുകയാണ്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, സഹായിക്കാൻ ആരുമില്ല. ഓ സമയത്ത് മറ്റൊരാളോട് പരാതി പറഞ്ഞില്ല. ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് മൂസാ നബി പറഞ്ഞു അത്രയല്ലോ, ഞാൻ ഈ കൊടുങ്കാറ്റിന് തനിച്ചാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല. റബ്ബി ബിമാ അൻസൽത ഇലയ്യ മിന ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ എന്നെ സഹായിക്കാൻ ഈ ഒരു വഴി തരണേ അല്ലാഹ്. അടുത്ത് കിടക്കുന്നവനോട് ആവലാതി പറഞ്ഞില്ല, പടപ്പിനോട് പറഞ്ഞില്ല, ആര് സഹായിക്കാനില്ലാത്തപ്പോ മരത്തണലിൽ ഏകനായി കൊടുങ്കാറ്റിന്റെ നടുവിൽ ദുആ ചെയ്തു ചെറുപ്പക്കാരൻ റബ്ബി ബിമാ അൻസൽത ഇലയ്യ മിന ഖൈരിൻ ഫഖീർ. നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുആ ചെയ്ത് തീർന്നില്ല. ആരുമില്ലാത്ത കാട്ടിലേക്കല്ലേ ശുഐബ് നബിയുടെ 2 പെൺമക്കൾ വെള്ളം കോരാൻ വന്നത്. മൂസാ നബി അവർക്ക് വെള്ളം കോരി കൊടുത്തത് ചരിത്രം പറയാൻ സമയമില്ല. സൂറത്തുൽ ഖസസാണ്. ഇത് ഐതിഹ്യമല്ല, മിത്തല്ല, കഥയല്ല. ആ പെൺമക്കൾക്ക് വെള്ളം കോരി കൊടുത്തു. അവർ വാപ്പയുടെ അടുക്കൽ പോയപ്പോ വാപ്പ ചോദിച്ച് വെള്ളം കോരി തന്നടാരാ? ഒരു മാന്യനായ ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് ഫ്രീയായി വെള്ളം കോരി തന്നു. എന്നാൽ ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവാ. ആ പെൺമക്കള് മരത്തന്നിരിക്കുന്ന മൂസയെ വിളിച്ചില്ലേ? മൂസാ നബി ശുഐബ് നബിയുടെ വീട്ടിലെത്തിയില്ലേ? ആരുമില്ലാതെ സ്വന്തം നാടും വീടും വിട്ട് കാടിന്റെ നടുവിൽ വന്ന് ദുആ ചെയ്ത ചെറുപ്പക്കാരന് ആദ്യം വേണ്ടതൊരു തുണയാണ്. അള്ളാഹ് കൊടുത്തില്ലേ സാലിഹത്തായൊരു ഭാര്യയെ? ആദ്യം കൊടുത്തത് സാലിഹത്തായ ഭാര്യയെ, പിന്നെ 10 വർഷത്തേക്കൊരു ജോലിയും കൊടുത്തു. അവസാനം തിരിച്ചു പോകുമ്പോ വഫീ യദിഹി അസാ
ആദം നബിയുടെ വടിയും കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആരോടും പറഞ്ഞില്ല റബ്ബി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅസ് സബീൽ. അല്ലാഹുവേ, ഞാൻ ഒറ്റയ്ക്കാണ്, ഈ കാടിന്റെ നടുവിൽ ഞാൻ ഒറ്റയ്ക്ക്, ആരുമില്ല, എന്നെ സഹായിക്കണേ അല്ലാഹ്. പെമ്മക്കൾ വന്നു, വെള്ളം കോരി കൊടുത്തു, വീട്ടിലേക്ക് വിളിപ്പിച്ചു. നാട് വിട്ടോടി വന്ന താങ്ങും തണലുമില്ല. ആദ്യം കൊടുത്തത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ നാട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് പറയാൻ ഒരു താങ്ങ് വേണം. ശുഐബ് നബി സ്വന്തം മകൾ സാഫൂറായ വിവാഹം ചെയ്തു കൊടുത്തു, സാലിഹത്തായ ഭാര്യ. പിന്നെ രണ്ടുപേർക്കും ജീവിക്കാൻ എന്തെങ്കിലും വേണം. 10 വർഷത്തേക്ക് ആടിനെ മേക്കാൻ ജോലിയും കൊടുത്തു. 10 വർഷം കഴിഞ്ഞു, മക്കളായി. തിരിച്ചു പോകാൻ നേരത്ത് ഫിർഔനെ നേരിടാൻ വഫിയദിഹി അസാ ആദം, ആദം നബിയുടെ വടിയാണ് ചെങ്കടലിൽ അടിച്ചത്. പോയി. അപ്പൊ ആരോട് പറഞ്ഞു അവലാതി? 2 ചരിത്രം ഖുർആൻ. ഞാനീ പറയുന്നത് ഖുർആനാണ്. എന്റെ സഹോദരിമാർ, ധാരാളം ആളുകൾ ഇവിടെ നിന്ന് എന്നെ വിളിക്കും, ചോദിക്കും, ഉസ്താദെ കണ്ണൂർ വരാത്തതെന്താ? ഞങ്ങളോട് പിണക്കമാണോ? ഉസ്താദെ ദുആ ചെയ്യണം, രോഗമാണ്, കടവാണ്, ബാധ്യതയാണ്. എന്നോട് ഒത്തിരി പറഞ്ഞ ആളുകളുണ്ട്. അവസാനം നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ സഹോദരങ്ങളെ, മറക്കരുത്, രാത്രിയിൽ അടുത്ത് കിടക്കുന്നവനോട് പറഞ്ഞ വാക്ക്, രാത്രിയിൽ ഇരിക്കുമനോട് വന്നത് മുതലായി എന്ന് തോന്നണില്ലേ? മഴ കൊണ്ടത് മുതലായില്ലേ? ആ പറയുന്ന വാക്ക് ആരോട് പറയണം? അല്ല, എപ്പ പറയണം? രാത്രി. എപ്പ പറയണം? എപ്പ പറയണം? രാത്രി. രണ്ടാമത്തെ കൊണ്ട് മനസ്സിൽ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എപ്പ പറയണം? രാത്രിയിൽ വേണം പറയാൻ. KL 59H 1851 മഹീന്ദ്ര ജീപ്പ്, KL 59, KL 59H 1851 മഹീന്ദ്ര ജീപ്പ്, KL 60B 3894 മാരുതി. ഈ 2 വാഹനം മാറ്റി കൊടുക്കണം. ഒരു വീട്ടിൽ അപകടം നടന്നങ്ങോട്ട് പോകാനുള്ളതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സമയേറെ ഇങ്ങോട്ട് എപ്പ ദുആ ചെയ്യണം? എപ്പ ദുആ ചെയ്യണം? പെണ്ണുങ്ങൾ കേൾക്കണുണ്ടാവോ? എപ്പ ദുആ ചെയ്യണം? രാത്രി. പകലിലെ ഇബാദത്തിൽ അള്ളാഹുവായിട്ട് എടുക്കാൻ പറ്റൂല. പകലിലെ ഇബാദത്തിൽ അള്ളാഹുവായിട്ട് എടുക്കാൻ, കാരണം തിരക്ക. നിസ്കരിക്കാൻ കയറുമ്പോ വണ്ടി ഓണടിക്കും. പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ കൈ കെട്ടുമ്പോ അതോ പാല് തിളച്ചു പോവോ, കുട്ടി വരുവോ, വണ്ടി ഇടിക്കുവോ, പടച്ചോനെ ഭർത്താവ് വിളിക്കുവോ, ആകെ അങ്കലാപ്പ. പകലിലെ ഇബാദത്ത് പറ്റൂല. പിന്നെപ്പോ ഇന്നലത്തെ പിന്നരായി സബഹന കബീര. അള്ള പറയാണ്, പകലിന് നിനക്ക് തിരക്കാണ്. രാത്രി പടച്ചറപ്പിനോട് പറയുക, കാരണം രാത്രിയിൽ 2 പേർക്ക് ഉറക്കമില്ല. ഒന്ന് നിനക്കുറക്കമില്ല, 2 വരാനവും നിന്റെ റബ്ബിനുറക്കമില്ല. 2 പേർക്ക് ഉറക്കമില്ല. ഒന്ന് ദുആ ചെയ്യുന്ന നിനക്ക്, മറ്റൊന്ന് അള്ളാഹ്. ആ സമയത്ത് ചോദിക്കണം, എന്നാ പഠിച്ചോളീൻ, ഇങ്ങോട്ട് നോക്ക്, എന്നാ പഠിച്ചോളീൻ. 5 രാത്രി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, 5 ലയാലിൻ 5 രാത്രികൾ ലാ യുറദ്ദു ഫീഹി ദുആഉൻ. ആ 5 രാത്രിയിൽ ഒരാൾ ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കാതെ തട്ടപ്പെടുകയില്ലെന്ന്. അത് തട്ടപ്പെടുകയില്ല, അത് സ്വീകരിക്കുമെന്ന് ഇതേവരെ കള്ളം പറയാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. 5 രാത്രി, ആ രാത്രിയിൽ ദുആ ചെയ്താൽ സ്വീകരിക്കും, ഉറപ്പാ. പറഞ്ഞു തരട്ടെ. ഇങ്ങോട്ട് ഒന്ന് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, ഒന്ന് റജബിന്റെ ആദ്യത്തെ രാത്രി. കഴിഞ്ഞുപോയി റജബിന്റെ. നിങ്ങൾ ഉറങ്ങ, എന്നെ നിർത്തിയാക്കാ. ശരി, നിങ്ങൾ ഉറങ്ങ. 1 റജബിന്റെ ആദ്യ രാത്രി. 2 വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാവ്. വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാവ്. 2 കഴിഞ്ഞു. ഇനി റമളാൻ. പറഞ്ഞുതരട്ടെ 2 രാത്രി. റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി പറയട്ടെ, ഏതാണ്? വലൈലത്തു ഈദുൽ ഫിത്ർ, ഈദുൽ ഫിത്റിന്റെ തലേ ദിവസം രാത്രി. നാളെ പെരുന്നാള്, നാളെ ഇന്നത്തെ രാത്രി. നമ്മൾ കോഴിക്കടയ്ക്ക് ചുറ്റും കറങ്ങണ രാത്രി. നാളെ പെരുന്നാള്, ഇന്ന് ലൈലത്തു ഈദുൽ ഫിത്ർ. നാളെ പെരുന്നാൾ, ഇന്ന് നമ്മളെവിടെ ജോലി?
കോഴിക്കടയുടെ മുമ്പിലും ഇറച്ചിക്കടയുടെ മുമ്പിലും നമ്മളിങ്ങനെ ദൗറ് പൂർത്തിയാക്കുന്ന സമയം, ആ സമയത്ത് ദുആ ചെയ്യുക. അല്ലെങ്കിൽ ചെറുപ്പക്കാര് പിള്ളേര് പെരുന്നാളിനിടാനുള്ള എല്ലാ ഡ്രസ്സും എടുത്തിട്ടുണ്ടാവും, അത്യാവശ്യം നാളെ ഇടേണ്ട ചില സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടാവില്ല, അത് മേടിക്കാൻ പോണ രാത്രി. ഈദുൽ ഫിത്തർ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത യൗമുൽ ജായിസ, പ്രതിഫലം കൊടുക്കുന്ന ദിവസം എന്നാണ് രാത്രിയുടെ പേര് തന്നെ. 30 ദിവസം നോമ്പ് പിടിച്ചിട്ട് അല്ല അന്നാ പ്രതിഫലം തരിക. അന്ന് നമ്മൾ കോഴിക്കടയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കും. സഹോദരിമാര്, കാര്യമായി ദുആ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. റമളാന്റെ രാത്രി ഒഴിവാക്കിയിട്ടാ പറയുക. 4 വലൈലത്തു ഈദിൽ അൽഹ, വലിയ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി. 5 വകുല്ലു ലൈലത്തിൻ മിൻ യൗമിൽ ജുമുഅ, എല്ലാ ജുമുഅ രാവ്, വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച രാത്രി കാര്യമായി ദുആ ചെയ്യീൻ. അന്നത്തെ ദിവസം ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. നമുക്ക് ദുആ ചെയ്യാനും പറ്റൂല, നമുക്ക് ദിക്ർ ചെയ്യാനും പറ്റൂല. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഏതെങ്കിലും കുറുക്ക് വഴി അപ്പുറം ഏതെങ്കിലും ജിന്നുമ്മ ഉണ്ടെങ്കിൽ ആ ജിന്നുമ്മയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് സലാമത്താക്കിയിട്ട് വരണം. പിന്നെ ഏതെങ്കിലും കുറെ ആളുകളുണ്ട്, ഔലിയാക്കൾക്ക് ഒരു കുറവുമില്ല ഇപ്പോ. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആരുടെ അടുക്കലും പോകൂല. യഥാർത്ഥത്തിൽ ആരുടെ അടുക്കലും ഞാൻ എടുത്ത സമയത്ത് പെരിന്തൽമണ്ണ വാത് പറയുമ്പോ വയനാടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ വന്നു, ഉസ്താദേ ഗൾഫിൽ വലിയ കഷ്ടപ്പാടായിട്ട് ഇവിടെ വന്നിട്ടൊരു ഔലിയാനെ കണ്ടു, അതേ ഒരു പേപ്പറിൽ കുറെ ശേഷക്രിയകളൊക്കെ എഴുതി തന്നു, അത് വായിച്ചപ്പോ ചെയ്യാവോ ഇല്ലെന്നൊരു പേടി. ഞാൻ പേപ്പർ തരാൻ പറഞ്ഞു. പേപ്പർ വാങ്ങിച്ചപ്പോ അതിനകത്ത് എഴുതിയിരിക്കണം ഒന്നാമത്തെ സാധനം, ഒരു ഹോമം നടത്തണോ അത്രേ. ഒന്നാമത്തെ സാധനം 40 കന്യകമാരുടെ നഖത്തിന്റെ അടിയിലെ മണ്ണ്. 40 കന്യകമാരുടെ നഖത്തിന്റെ അടിയിലെ മണ്ണ്. അതുണ്ടാക്കണമെങ്കിൽ ഇവൻ ഇനി വേറെ ഏതൊക്കെ ജോലി ചെയ്യണം? ഞാനിത് ആരാ എഴുതിയത് നോക്കിയപ്പോ അതിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ പേരെഴുതിയിട്ട് നേരത്തേക്കും വലിയുല്ലാഹി. അദ്ദേഹം തന്നെ വലിയായി. അദ്ദേഹം തന്നെ വലിയ. നമ്മളിപ്പോ നമുക്കെന്താ അത്യാവശ്യം കുറെ കുറുക്കുവഴിയിൽ എവിടെയെങ്കിലും ആ നല്ലതിന്റെ അടുത്ത് നമ്മൾ പോവില്ല. നമുക്ക് ഈ പോക്കെന്താ? നമുക്ക് എവിടെയെങ്കിലും കൊടി കെട്ടി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറെ കള്ളത്തരീക്കത്തിന്റെ ഔലിയാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ആലുവയിലൊരു സാധനമുണ്ട്, അവിടെ 2 സാധനം കിട്ടും, ഒന്നൊരു പുകയില്ലാത്ത അടുപ്പും ഒന്നൊരു അസിലില്ലാത്ത തരീക്കത്തും. ഇങ്ങനെ കുറെ തരീക്കത്തുകൾ. അയാൾ പറഞ്ഞ ബാക്കവി അധികാരം കൂടുതൽ പോകില്ല എന്നാ, അതാ പോയിട്ടിട്ടിരിക്കുക. അങ്ങനെയാണോ പിന്നെ ലോകത്തുള്ള എല്ലാരും പോകണ്ടേ? കുറെ കെറാമത്തുകള് പണ്ടി കൊണ്ടോട്ടി ഭാഗത്തോ എവിടെ ഈ ഭാഗത്ത് എവിടെയാണെന്ന് എനിക്കറിയില്ല, കണ്ണൂർ ഭാഗത്ത് എവിടെയോ വെള്ളത്തിൽ ഊതുന്ന ഒരു ഔലിയ ഉണ്ടായിരുന്നു. അദ്ദേഹം വെള്ളത്തിൽ ഊതിയ സർവ്വരോഗവും ശിവയാകുമത്രേ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കന്നാസും ചാറുമായിട്ട് ആളുകൾ ടൂറിസ്റ്റ് ബസ്സിലാണ് വന്നത്. ആ പരിസരത്തുള്ള ജൂവലറി കടക്കാരൊക്കെ ജൂവലറി എടുത്തിട്ട് കന്നാസ് കച്ചവടം തുടങ്ങി. ഔലിയ ഊതിയ വെള്ളം കുടിച്ച സർവ്വതും മാറും. ആളുകൾക്ക് തിരക്ക് കൂടിയപ്പോ പിന്നെ ഔലിയ വെള്ളം തികയാത്തോണ്ട് കിണറ്റി ഊതി കോരിക്കൊണ്ടു പോവാൻ. അങ്ങനെ ആളുകൾ ജാറുമായിട്ട് കോരിക്കൊണ്ടുപോയി. അവസാനം സന്തോഷ് മാധവന്റെ കേസ് വന്നിട്ട് റെയ്ഡ് നടത്തി ഔലിയാനെ പിടിച്ചപ്പെടാൻ ആളുകൾ മനസ്സിലായത് ഷെയ്ഖുനാന്റെ ഇത് വെട്ടിയിട്ടില്ല എന്ന്. റെയ്ഡ് വന്ന് ഷെയ്ഖുനാനെ പിടിച്ചപ്പോഴാ ആളുകൾക്ക് മനസ്സിലായി ഷെയ്ഖുനാന്റെ ഇത് വെട്ടിയിട്ടില്ല എന്ന്. ഇത് മുറിച്ചിട്ടില്ല, സുന്നത്ത് തന്നെ നടത്തിയിട്ടില്ല. 1000 ആളുകൾ എന്നാ നമ്മൾ പോകേണ്ടടുത്ത് പോവോ? കൈതൊട്ടാല് പറക്കത്തില്ലേ? മലപ്പുറം ജില്ലയിലെ കൂട്ടായി കടപ്പുറത്ത് ചാകരയില്ലാതെ ആളുകളും ഐശ്വര്യമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വിശന്ന് പറഞ്ഞപ്പോ ചാകര കിട്ടാ പാണക്കാട് തറവാട്ടിലെത്തി. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുറങ്ങ് മലപ്പുറം ജില്ലയിലെ കൂട്ടായി കടപ്പുറത്ത് നിന്നിട്ട് ഒരു ചൂറും ചെറുള്ള ചോറ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് കൂട്ടായി കടപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ മനുഷ്യന്റെ കൈതൊട്ട ഉള്ളച്ചോറ് യുദ്ധം കടലിലെ മീനുകൾ വന്ന് വട്ടം കൂടി നിന്നു. പിന്നെ ഇതേവരെ കൂട്ടായി കടപ്പുറത്ത് ചാകരയില്ലാതിരുന്നിട്ടില്ല. ആ മനുഷ്യനാണ് അതിമനോഹരമായി ജീവിക്കുകയും അതിമനോഹരമായി മരിക്കുകയും അതിനേക്കാൾ മനോഹരമായി മരിച്ചു മണ്ണിന്റെ അടിയിലും മലന്നു കിടക്കുമ്പോഴും മാനവ മനസ്സുകളിൽ മായാതെ മറയാതെ മത്സരപോലെ മാനവ മനസ്സുകളിൽ മരിച്ചു മണ്ണിൻപടിയിൽ മറന്നു കിടക്കുമ്പോഴും മാനവ മനസ്സുകളിൽ മായാതെ മറയാതെ മനുഷ്യരാട് പോലെ മഹാനായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പോവില്ല. എന്ത് ഇത്രയും താടിയില്ല?
ആ കൈവട്ട സ്ഥലത്തേക്കാണ് കടലിന്റെ അടിയിലെ മീനുകൾ വട്ടം കൂടി നിന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതാ മരിക്കുന്നത് വരെ മഗ്രിബ് മുതൽ ഇശാ നമസ്കാരത്തിന്റെ ദുനിയാവിന്റെ ഒരു വർത്തമാനം പറഞ്ഞിട്ടേയില്ല. 10-70 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് ഇശാ മഗ്രിബിന്റെ ഇടയിൽ കറാഹത്തിന്റെ ഒരു ദുനിയാവിന്റെ വർത്താനം പോലും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ. ഇതാണ് മഹാന്മാർ. നമ്മളെ കൊണ്ട് പറ്റോ? നമുക്കിവിടെ ബിസിനസിന്റെ കഥയാ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ദുനിയാവിന്റെ വർത്തമാനം പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർക്കദ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഹബീബായ മുത്തിന്റെ അടുക്കൽ വന്ന് ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാ, വീട്ടിലെ ദാരിദ്ര്യമാണ് നബിയെ, എന്ത് ചെയ്തിട്ടും പ്രയാസം മാറുന്നില്ല, എന്തെങ്കിലും എന്ന് പറഞ്ഞു നബിയെ. ഹബീബായ മുത്ത് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ ദാരിദ്ര്യം മാറണോ? നിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ സലാം പറയുക. എന്നിട്ട് നീ ഉടുത്തിരിക്കുന്ന വസ്ത്രമൂരി തൂക്കുന്നതിന് മുമ്പ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഈ സഹാബിയെ കഥ പറയട്ടെ. അന്ന് മുതൽ ഞാൻ ചെയ്യാൻ തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് എന്റെ ജീവിതത്തിന്റെ ദാരിദ്ര്യം മാറിപ്പോയി. നബിയെ, ദാരിദ്ര്യമാണ് നബിയെ. വീട്ടിൽ പോകുമ്പോ സലാം പറ. സ്വന്തം വീട്ടിൽ പോകുമ്പോ ഭാര്യയോടും ഉമ്മയോടും മക്കളോടും സലാം പറയണം. മനുഷ്യന്മാരൊന്ന് കൈവക്കി കൈവക്കട്ടെ. പറയണവര് 1, 2, 3, 4, 5 ബിദുൻ വൈശറൂന 20-ലധികം നിർത്ത്. നാട്ടിൽ ഓടി നടന്ന് സലാം പറയും. ഉസ്താദ് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ഫസല്ലിം അലാ ഹാലിക, നിന്റെ ഉമ്മയോട് വാപ്പയോട് സലാം പറയുക. ഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ തയ്യിബ ഫസല്ലിമു അലാ അഹാലികും. വാപ്പ പറയോ? എടാ, വാപ്പ കയറിപ്പോ വാപ്പ പറയണം മക്കളോട് അസ്സലാമു അലൈക്കും. അപ്പൊ ഭാര്യ, അല്ലാഹുവിന്റെ കരുണയും രക്ഷയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഭാര്യ തിരിച്ചു പറയണം വലൈക്കും അസ്സലാം, നിങ്ങൾക്കും. ഇതൊന്നും ചെയ്യാൻ നമുക്ക് നശിപ്പിച്ചു, സർവ്വതം നശിപ്പിച്ചു. നമ്മൾ ഒന്നും ഇല്ലാന്നും പറഞ്ഞ് ചുരുട്ടി ഇസ്ലാമിനെ നമ്മൾ പോപ്പിയുടെ കൂടെ മാതിരി 3ആയിട്ടോ 4ആയിട്ടോ മടക്കി കഷത്തി വെച്ചു. നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിക്കുക. സുന്നത്ത് ജമാഅത്തൊന്നും നമുക്കില്ല. ബറാത്തിന്റെ രാത്രിയില്ല, റജബിന്റെ രാത്രിയില്ല. എല്ലാം നമ്മൾ തള്ളി നമുക്ക് ആവശ്യമുള്ളതുപോലെ നമ്മൾ ഏതെങ്കിലും പെരുന്നാളിന് രാവിലെ ഏതെങ്കിലും പട്ടി പിടുത്തെടുത്ത് പോയി നമ്മൾ സുജൂദ് ചെയ്ത് എഴുന്നേറ്റിട്ട് വന്നു. നമുക്ക് അത്രയൊക്കെ മതി റമളാൻ. എന്നിട്ട് സലാം പറയണം. എന്നിട്ട് ഉടുത്തിരിക്കണ വസ്ത്രം ഊരി എടുക്കുന്നതിന് മുമ്പേ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് ചെയ്യാൻ പറഞ്ഞാൽ കബീർ ബാക്കവി പോകും. ഇത് നിങ്ങൾ ചെയ്യണം. സൂറത്തുൽ ഇഖ്ലാസ് ഓര് ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ചുമ്മാ വഅദ് പറയാനല്ല. കൊല്ലത്തുനിന്ന് കണ്ണൂർ വരെ 450 കിലോമീറ്റർ താണ്ടി ഞാൻ വന്നത്. 450 കിലോമീറ്റർ താണ്ടി ഞാൻ വന്നത് ഇത് പറയാൻ വേണ്ടിയാണ്. നാളെ പോയാലും ബാക്കവിയെ ഓർക്കണം. അതുകൊണ്ടാണ് ബാക്കവിയുടെ വഅദൊക്കെ ആളുള്ളത്. ഞാൻ പാഴ്വാക്ക് പറയാറില്ല. അല്ലാഹു ഈ നാക്കുകൊണ്ട് നല്ലത് പറയാൻ തൗഫീക്ക് നൽകട്ടെ. പടച്ച റബ്ബേ സമയമായല്ലോ പടച്ചോനെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണാമെന്ന് പൊട്ടിക്കരയുകയാ. എന്താ ഇബ്നു മസ്ഊദ്, നിങ്ങളുടെ 5 പെൺമക്കൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മൺമക്കൾ പട്ടിണിയിലാകുമെന്ന് ഓർത്തിട്ടാണോ കരയുക? ഇവിടെ കേക്ക്, ഇത് കേക്ക്. നമ്മുടെ മക്കളെന്ന വിഷയം കൂടി കേട്ടോ. പൊട്ടിക്കരയുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടന്ന് പറഞ്ഞു, ഞാൻ മരിച്ചാലും എന്റെ മക്കള് പട്ടിണിനാകില്ലെന്ന് എനിക്ക് ഉറപ്പാ. എന്താ ഉറപ്പെന്താണ്? എന്റെ ഹബീബായ മുത്തനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും പെണ്ണ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സ്ഥിരമായി സൂറത്തുൽ വാഖിഅ ഓതിയാൽ ലം തുസിബുഹു ഫാഖ, മരണം വരെ അവർക്ക് ദാരിദ്ര്യമുണ്ടാവില്ലെന്ന് എന്റെ മുത്തന്നെ പഠിപ്പിച്ച അന്ന് മുതൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം എന്റെ പെൺമക്കൾ സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ട്. ഏത് വാപ്പയ്ക്കാണ് പറയാൻ കഴിയാ? പറയാൻ പറ്റോ? എന്റെ പെൺമക്കൾ പട്ടിണിയിലാവൂല. കാരണം അവര് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ട്. പഠിപ്പിക്കേ.
പഠിപ്പിക്ക്. ബഹുമാനനായ പാണക്കാട് എന്റെ പ്രിയപ്പെട്ട മടക്കരയിലെ പെങ്ങള് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതിയതാണ്, എത്ര താമസിച്ചാലും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം സൂറത്ത് യാസീൻ ഓതാതെ, സൂറത്ത് വാഖിഅ ഓതാതെ ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഭക്ഷണം തന്നിട്ടേയില്ല. ആരാണ് ഇത്? മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യ. ആയിരക്കണക്കിന് ആളുകൾ കൊടപ്പനക്ക തറവാട്ടില് കാത്തു നിൽക്കുന്ന ഏറ്റവും തിരക്കുള്ള ഭർത്താവിന്റെ ഭാര്യ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് യാസീനും വാക്യം ഓതാതെ ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നില്ലെന്ന് ഇങ്ങനെ വളർത്തിയ ഉമ്മയുടെ മക്കളാണ്. നിനക്ക് പറ്റൂല, നിനക്ക് ഗൾഫിൽ പോയി 4 കാശായി മക്കൾക്ക് ഓവറത്ത് മറിയാത്ത ബർമുടയിട്ട് കശത്തിൽ ഹമാനവും കെട്ടിവെച്ച് നീ മക്കളെ ഞങ്ങൾ വളർത്തി. എന്റെ ഉമ്മ മുനവ്വർ ശിഹാബ് തങ്ങൾ എഴുതുന്നുണ്ട് സത്യധാരയിൽ. ഞാൻ ബഹ്റൈനിൽ സത്യധാരയുടെ ലോഞ്ചിങ്ങിന് പ്രസംഗിക്കുമ്പോഴാണ് ഞാനത് വായിച്ചത്. തങ്ങൾ എഴുതുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ, ഞങ്ങളുടെ ഉമ്മ യാസീനും വാക്യോതാ ഞങ്ങളെ കടത്തിറക്കിയിട്ടില്ല. അതൊന്നും വെറുതെ വളർന്ന മൂശയല്ലാതെ അതൊക്കെ ഒരു ബൈത്തുൽ അദബാണ്. അദബ് പഠിപ്പിച്ച വീടാണ് ആ വീട്, അത് വെറും വീടല്ല. അള്ളാഹു നമ്മളവിടെ കൊളുത്തി കിടത്തട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അതുകൊണ്ട് അള്ളാഹിനോട് പറയുക, ഈ കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ക്ലാസ് റൂമിലെ ധാരാളം ആളുകൾ ഗൾഫിൽ ആവേശത്തോടെ കേട്ടിരിക്കുക. ഇത് ഗൾഫുകാരോടാ ഞാൻ പറയണേ. അള്ളാഹുവിന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. രണ്ടാമത്തേത് ജന്നാത്തുൽ ഫിർദൗസിൽ കിട്ടണമെങ്കിൽ രണ്ടാമത്തെ യോഗ്യതയേടാവാമീനു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 20 ദഖീഖ ബസ് ഖത്തം ഇൻഷാ അല്ലാഹ്. 20 ദഖീഖ മാഫി മുഷ്കിൽ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ഹത്താ മത്ലഇൽ ഫജ്ർ, സുബഹി വരെ പ്രസംഗിക്കുക ഈജിപ്ഷ്യ സുഹൃത്ത്. അൽഹംദുലില്ലാഹ്. അയ്യദക്കല്ലാഹു ബിറൂഹിൽ ഖുദ്സ്. അയ്യദക്കല്ലാഹ്. 2 കേൾക്കണേ. വഅമിലു സ്വാലിഹാത്ത്. എന്ത് ചെയ്യുക? സൽക്കർമ്മം ചെയ്യും. ഹംസ ചെയ്ത സൽക്കർമ്മം ജന്നാത്തുൽ ഫിർദൗസിന് അല്ലാഹു കാരണമാക്കട്ടെ. ആമീൻ പറ. ഹംസയെ പോലെ പള്ളി വെച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ മിസ്കീന്മാരും. ഞാനാണ് ഒരു പള്ളിയിലെ ഇമാമ്. പള്ളിയിലെ ഇമാമിന് എന്ത് കിട്ടാൻ? 1800 രൂപ. എനിക്കാ വാതിന് 50,000 ഒക്കെ കിട്ടുമെന്നൊക്കെ ആളുകൾ വെറുതെ പറയണം. പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറി മൂത്രപ്പരയിലും പോകും, പ്രസിഡന്റ് അപ്പുറത്തോട്ടും പോകും. വെറുതെ ആളുകള് ഒരുമാതിരി ആളുകളുണ്ട്, അവർക്ക് വേറെ ഒരു ജോലിയില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കബീർ വാക്കവിനും ഉഷാദ് വാക്കയും വകല് കേട്ടിട്ട് കുറെ ആളുകൾ കള്ളുകൂടി നിർത്തിയിട്ടുണ്ട്. എത്ര ആളുകൾ കള്ളുകൂടി നിർത്തിയവർ, ചീട്ടുകൾ നിർത്തിയവർ. ഞാൻ കുവൈത്തിൽ വാതിന് പോയപ്പോ ഒരു ചെറുപ്പക്കാരനാണ്, ഉസ്താദെ ഒന്നും സംസാരിക്കാൻ ഒരാൾ നിൽപ്പുണ്ട്. ഞാൻ അവനെ വരാൻ പറ. അവന് പേടി. എന്റെ മുമ്പ് ഇങ്ങനെ വിരിക്കുക. എന്ത് ഉസ്താദെ 32 വർഷമായി ഗൾഫിൽ വന്നിട്ട് കിട്ടിയതെല്ലാം കുടിച്ചു തീർത്തു. ഉസ്താദ് എന്റെ വാതിൽ കേട്ടിട്ട് ഞാൻ കുടി നിർത്തി ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നു. പോരെ ഇതുപോലെ. എന്നിട്ടും ഇതിനെ തകർക്കാൻ ചില ആളുകൾ ഇപ്പോഴുണ്ട്. ഒരാൾക്ക് 50,000 ഫീസ്, 1,00,000 ഫീസ്. കാണാൻ വലിയ പാടാ. തിരക്ക് കൂടുമ്പോ ഒരാളെ കാണാൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. ഇതൊക്കെ പറഞ്ഞാലും വാതിനെ വിളിക്കുമ്പോഴുള്ള സ്നേഹം പോകാൻ നേരത്ത് നിക്കാഹ് നടത്തിക്കൊടുക്കാൻ കാളിയാരെ അങ്ങോട്ട് ബെൻസി കൊണ്ടുപോകും. നിക്കാഹ് കഴിഞ്ഞാൽ കാളിയാര് പിന്നെ കപ്പലണ്ടി മേടിച്ച് തിന്നിട്ട് ഇങ്ങോട്ട് നടക്കും. അങ്ങോട്ടേ ബെൻസ് ഉണ്ടാവും, ഇങ്ങോട്ട് എന്തുണ്ടാവൂല. UAE എന്നെ വന്നിട്ട് ഹംസ കെട്ടിപ്പിടിച്ചിട്ട് വേണം, ഉസ്താദെ എന്റെ നാട്ടുകാരും കൂടെ ഉസ്താദിനെ ഏൽപ്പിച്ചിരിക്കും, അവിടെ കൊണ്ടുവരണോ. വന്നു കണ്ടു. ബാക്കി അല്ലാഹു അക്ബർ. ഞാനൊന്നും മനസ്സിൽ വെക്കാറില്ല. എല്ലാം ഓപ്പണാണ് എന്റെ കാര്യം. എനിക്കൊരു ജാടയുമില്ല. എല്ലാം ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആൾ. ആരുടെ മുമ്പിൽ എന്നെ നിങ്ങൾ ഈ കാണുന്ന വേഷത്തിൽ തന്നെ എന്റെ നാട്ടിൽ വന്ന ഒരു കൈലുമുണ്ട് കൊടുത്ത് ഒരു കൊച്ചു ഷർട്ട് ഇട്ടിട്ട് ചിലപ്പോൾ ഞാൻ അവിടെ വയലിലുണ്ടാവും, ചിലപ്പോൾ അവിടെ അതിന്റെ പറമ്പിലുണ്ടാവും. ഒരു ദിവസം എന്റെ വാതിന് ബുക്ക് ചെയ്യാൻ എന്റെ വീട്ടിൽ ഒരാൾ വന്നു. രാവിലെ സുബൈക്ക് 7 മണി കഴിഞ്ഞുള്ളൂ. വീട് പണി നടക്കുക. ഒരു ചാക്ക് സിമന്റ് തലയിൽ വെച്ചിട്ട് ഞാനിങ്ങോട്ട് വരിക. വണ്ടി എത്തിയിട്ട് വെച്ചാൽ കബീർ വാക്കവിയുടെ വീട് ഏതാണ്. ഞാൻ പറഞ്ഞത് ആ കാണ വീടാണ്.
എന്റെ തലയിൽ സിമന്റ് ആക്കുക. ഈ അടുത്തൊരു 5-6 മാസമായിട്ടുണ്ട്. അവര് വീടിന്റെ മുമ്പിൽ പോയപ്പോ ഞാൻ സിമന്റും കൊണ്ട് ബാക്കി കൂടെ പോയി കുളിച്ച് റെഡിയായി ജുബ്ബയിട്ട് വന്നു. ഇതിന് അസ്സലാമലൈക്കും ഡേറ്റും കൊടുത്തു വിട്ടു. അവർ ഇന്നേ വരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് തളരുന്ന ആളുമല്ല. അനക്കമറ്റു മദ്രയിൽ ലയിപ്പതിനു മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. അഹമ്മദ് ഷാലിയാത്തിയുടെ കുത്തുബഖാനയുടെ താഴെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ 2 കവിത എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷാ. ജവഹർലാൽ നെഹ്റുവിന്റെ മേശപ്പുറത്തുമുണ്ട്. അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിനു മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. എന്നെ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കിടത്തുന്നതിന് മുമ്പ് എനിക്ക് സഞ്ചരിക്കാൻ കുറെ ദൂരമുണ്ട്. വഴിയിൽ നിന്ന് കുരയ്ക്കണ നായ്ക്കളുടെ നേരെ തിരിഞ്ഞു നിന്നാൽ എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്താൻ. വഴിയിലിരുന്ന് കുരയ്ക്കുന്നവരുടെ നേരെ നമ്മൾ തിരിഞ്ഞു നിന്നാൽ നമ്മുടെ ലക്ഷ്യമെത്തൂല. അള്ളാഹു നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കട്ടെ. KL 60B 3894 സ്വിഫ്റ്റ് കാറൊന്ന് പെട്ടെന്ന് മാറ്റി. അപകടം നടന്ന വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. KL 60 KL 60B 3894 സ്വിഫ്റ്റ് കാറ് ആരാണെങ്കിലും പെട്ടെന്നൊന്ന് മാറ്റി കൊടുക്കും. വളരെ ഒരു അപകടം നടന്ന വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്. ശരി, നമുക്ക് പെട്ടെന്ന് പേരും കൂടെ നോക്കി. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ അമ്പയെ പോലെയോ അല്ലെങ്കിൽ വേറൊരാളെ പോലെയോ സദഖ ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ഇത്തിരിയേ ഉള്ളൂ. എന്നാലോ നീ ചെയ്യുന്നതെല്ലാം സൽക്കർമ്മമാവുക. അബൂദർ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗത്തിൽ പോകണം നബിയേ, സ്വർഗത്തിൽ പോകാൻ എനിക്കൊരു സൽക്കർമ്മം പറഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, അബൂദറേ, നിനക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കണോ, സ്വർഗത്തിൽ നിനക്ക് പോകണോ? ഇതാ തബഖത്തും നിറക്കത്തും ഫാത്തിഫിറുമാ, നിനക്ക് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മമേടെന്നറിയോ? ഇതാ തബഖത്തും നിറക്കത്തും, നിങ്ങളുടെ വീട്ടിൽ നീ കറിയുണ്ടാക്കിയാൽ ഫാത്തിഫിറുമാ, ആ കറിയിൽ കുറച്ച് വെള്ളം കൂടുതലെടുക്കൂ, എന്നിട്ട് അയൽപക്കക്കാരെ മുഴുവനും വിളിച്ച് അത് നീ അവർക്ക് പകർന്നു കൊടുത്തു. നീ സ്വർഗത്തിലെത്തുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് കറിയിൽ വെള്ളമൊഴിച്ചാൽ എല്ലാവർക്കും കറി വെച്ചു കൊടുക്കാൻ നിന്റെ ഇല്ല. കറിയിൽ വെള്ളമൊഴിച്ചാൽ ഇത്തിരി രുചി നിനക്ക് കുറയും. എന്നാലും വെള്ളമൊഴിച്ചിട്ട് പാവപ്പെട്ടവനെ കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം സൽക്കർമ്മമാകണം, ചെയ്യുന്നതെല്ലാം സൽക്കർമ്മമാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അവസാനത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ചെയ്യുന്നത് നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചെയ്യാവൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്റെ കൂടെപ്പിറപ്പ് പോലെ ഞാൻ അടുത്ത എന്റെ സഹോദരൻ ഹംസ ചെയ്തതൊരു സൽക്കർമ്മമാണ്. ആ സഹോദരൻ എന്റെ സമ്പത്ത് കൊണ്ടൊരു പള്ളി വെക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവിന് അർഹമായ പ്രതിഫലം നൽകട്ടെ, അർഹമായ പ്രതിഫലം. എന്റെ സഹോദരങ്ങളെ, കാസർഗോഡ് മുതൽ പെരിന്തൽമണ്ണ വരെ, കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ തന്റെ തലയിൽ കിടന്ന തലപ്പാവെടുത്തിട്ട് ആ തലപ്പാവ് പള്ളിയുടെ മുമ്പിൽ പോയി വിരിച്ച് അതിൽ വീണ നാണയത്തുട്ടുകൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് മദ്രസ ഉണ്ടാക്കി കൊടുത്ത ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ആരാ മനുഷ്യൻ? കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ തന്റെ തലയുടെ ഐശ്വര്യമായ തലപ്പാവടിച്ച് പള്ളിമുറ്റത്ത് വിരിച്ചിട്ട് അത് വീണ നാണയത്തുട്ടുകൊണ്ട് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. അത് മറ്റാരുമല്ല, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ആ മഹാനായ ബാഫഖി തങ്ങൾ മരിച്ചപ്പോ RSSന്റെ മുഖപത്രമായ കേസരി എഴുതിയതെന്തെന്നറിയോ? വിശ്വവിശുദ്ധ വ്യക്തിത്വത്തിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധി അവസാനിച്ചു. RSSന്റെ മുഖപത്രമാണ് കേസരി എഴുതി ബാഫഖി തങ്ങൾ മരിച്ചപ്പോ വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധി അവസാനിച്ചു. സഹോദരങ്ങളെ, ബാഫഖി തങ്ങൾ കിടക്കുന്നുണ്ട് ഇവിടെയാ. സമസ്തയുടെ മദ്രസയിൽ രാവിലെ 10 ലക്ഷം കുട്ടികൾ സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. മദ്രസ നേരത്ത് 10 ലക്ഷം കുട്ടികൾ 3 സ്വലാത്ത് ചെല്ലുമ്പോ 30 ലക്ഷം സ്വലാത്ത് ഒരു ദിവസം ഏറ്റുവാങ്ങി കിടക്കുന്നുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി.
ഞാൻ നീ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ആ മനുഷ്യൻ ജീവിച്ചത് ഈ സൽക്രമത്തിന് വേണ്ടിയാ. 30 ലക്ഷം സലാത്താണ്. എവിടെയാ കിടക്കണത്? എവിടെയാ കിടക്കുന്നത്? എവിടെയാ? മങ്കൂസ് മൗലൂദിയിട്ട് ഇവിടെ നിന്ന് ഹജ്ജിന് പോയതാണ്. കർമാലയത്തിന് മത്താബിൽ ചെന്ന് വിട പറഞ്ഞ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാൽപ്പാടത്തിന്റെ അടിയിൽ ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്നുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. 30 ലക്ഷം സലാത്ത് ഒരു ദിവസം ആ ഖബറിലേക്ക് എത്തുന്നുണ്ട്. ഞാനും നീയും ജീവിച്ച് മരിച്ചിട്ടെന്ത് കിട്ടാനാ? ഹംസയുടെ ഈ പരിശ്രമം പാഴാവരുത്. നാളെ ജീവിച്ചിരിക്കുമ്പോഴല്ല ഹംസ നിനക്ക് പേര് കിട്ടേണ്ടത്. നാളെ മരിച്ചു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് ഖബറിലേക്ക് പോകുമ്പോ ദുനിയാക്കെ മുസാഫിർ മനസിൽ തരി ഖബർ ഹേ ദുനിയാ മേ കൈസെ രഹിനാ लाखों करोड़ आए बाकी रहा न कोई मिट्टी से सो रही है. ദുനിയാവിലെ വഴിയാത്രക്കാരാ, നീ പോവുകയാണ് 4 പേരുടെ തോളിലേറി. दुनिया में रहते हैं कपड़े बदल बदल कर, दुनिया में जाते हैं गांधे बदल बदल कर. ഒരുത്തന്റെ ചുമലിൽ നിന്ന് മറ്റൊരുത്തന്റെ ചുമലിലേക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം നാം ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകും. ഇന്ന് കണ്ണൂര് വാല് പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് ഇന്ന് തിരിക്കുകയാണ്. എന്റെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് 8 വയസ്സുകാരനും 5 വയസ്സുകാരനും. ഞാൻ കണ്ടു കൊതി തീരാത്ത എന്റെ 1 വയസ്സ് തന്നെ എന്റെ പൊന്നുമോളും. യഥാർത്ഥത്തിൽ ഞാൻ ജൂണിൽ വാല് നിർത്തിയതാണ്. എന്തിനെന്നറിയോ? 1 വർഷം നിരന്തരമായ വാല്. മോൾക്ക് 1 വയസ്സായി. അവൾ ഉപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. അവള് ചിരിക്കാൻ തുടങ്ങി. കാത്ത് 2 ആൺമക്കൾക്ക് കേശം കിട്ടിയ പൊന്നുമോള് ഇനി 27-ാം തീയതി ദുബൈയിലാണ്. റമളാൻ മുഴുവൻ UAE-യിൽ 10 ദിവസം മക്കളുടെ കൂടെ ഇരിക്കണം. സ്കൂള് തുറക്കുമ്പോ ആ ആഗ്രഹത്തോടെ ഈ 10 ദിവസം ചെറിയ ചെറിയ പരിപാടികളുമായി വീട്ടിലുണ്ട്. ഹംസയുടെ സമ്മർദ്ദം കൊണ്ടുവന്നതാണ്. ഇന്നലെ ഞാൻ കോയമ്പത്തൂര്, ഇന്നിവിടെ. എന്റെ മനസ്സിപ്പോഴും വീട്ടിലാണ്. വലുത് കഴിയണം. ഹംസ പറഞ്ഞു, ഉസ്താദേ വീട്ടിൽ കയറണം. ഇല്ല, നേരെ പോവുകയാ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്റെ പൊന്നുമക്കൾ മിഠായിയും കാത്ത്. സഹോദരങ്ങളെ, ആർക്കറിയാം അഹമ്മദ് കബീർ നാളെ കൊല്ലം ജില്ലയിലെ അവന്റെ വീട്ടിന്റെ മുമ്പിൽ ജീവനോടെ എത്തുമോ? അതല്ല ഇവന്റെ മയ്യത്താകുമോ വീടിന്റെ മുമ്പിലെത്തുക? എന്റെ പൊന്നുമക്കൾ എന്നെ കാത്തിരിക്കുമ്പോ, അവരുടെ മുമ്പിൽ മയ്യത്തായി വാപ്പ ചെല്ലുമ്പോ എന്റെ മക്കൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഉപ്പാ, കണ്ണു തുറക്കുപ്പാ. ഈ ഉപ്പാക്കവരോട് പറയണമെന്നുണ്ട്, മക്കള് നിങ്ങൾ വിഷമിക്കണ്ട. വാപ്പക്കിനിയല്ലേ സ്വർഗമുള്ളത്, ഇനിയല്ലേ. വമ്മാ ഇൻകാന മിനൽ മുഖറബീൻ ഫറൂഹും വറൈഹാനുൻ വജന്നത്തുൻ നഈം. ഇനിയാണ് വാപ്പാക്ക് അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. വാപ്പാക്കിനിയാണ് റൈഹാനുള്ളതെന്ന് എന്റെ മക്കളോട് എനിക്ക് പറയണമെന്നുണ്ട്. 3 മണിക്കൂർ വാതാരമായി ഇന്നലെ പറഞ്ഞ വാക്കവയുടെ തൊണ്ടയിൽ വെള്ളം വറ്റിപ്പോയല്ലോ. അവന് മിണ്ടാൻ കഴിയുന്നില്ലല്ലോ. അവന് 6 അടി മണ്ണിലേക്ക് പോവുകയാണ്. അവൻ പള്ളിക്കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. കബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നൂർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുമ്പോ കുതുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. പൊന്നുമോനെ, 6 അടി മണ്ണിലേക്ക് നിന്നെ ഇറക്കുകയാണ്. മുകളിലും മണ്ണ്, താഴെയും മണ്ണ്, ഇടത്തും മണ്ണ്, വലത്തും മണ്ണ്. എന്റെ ഭാര്യ എന്റെ കൂടെയില്ല, എന്റെ മക്കൾ എന്റെ കൂടെയില്ല. പൊന്നു പെങ്ങളെ, നീ ഒറ്റക്കാണ്, നീ ഒറ്റക്കാണ്, നീ ഒറ്റക്കാണ്. അവിടെ നിന്റെ ശരീരമുണ്ടല്ലോ ദുർഗന്ധമാല, കബറ് മുഴുവൻ നാറും. നിനക്കുള്ള മാംസം മെല്ലെ അഴുകുന്നു തോറും. നിനക്കുള്ള മാംസം പെങ്ങളെ പെങ്ങളെ അഴുകുന്നതാണ്. നിനക്കുള്ള മാംസം അഴുകുന്നതാണ് 3 ദിവസം കൊണ്ട്.
ദുർഗന്ധമാല കബറ് മുഴുവൻ നാറും നിനക്കുള്ള മാംസം നല്ല അഴുകും തോറും. നിന്റെ ഈ പച്ചമാംസം അഴുകുകയാണ്, നിന്റെ കബറ് നാറുകയാ. മാഹിയിലെ പെണ്ണിനെ കണ്ടുക, ചുക്ലിയിലെ പെണ്ണിനെ കണ്ടുക, കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് അരക്കിനി പോയിട്ട് തുണിയില്ലാത്ത വിമത്രത്തിന്റെ പാട്ട് പാടുമ്പോ അതേറ്റെടുത്ത കേരളത്തിന്റെ ചെറുപ്പക്കാരാ. കണ്ണൂരെ ചുള്ളന്മാരെ കണ്ടുക, മലപ്പുറത്തെ ചുള്ളന്മാരെ കണ്ടുക, കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാ. ഏത് കാണാനാണ് മോനെ? ഈ പച്ചമാംസം കാണാനാണ് പെണ്ണ്. മാലിയിലെ പെണ്ണും ചക്രിയിലെ പെണ്ണും ഈ തുടുതുടുത്ത വെളുത്ത ശരീരം കാണാനാ വിളിച്ചതെങ്കിൽ ഏത് ശരീരമാണ് ഈ പെണ്ണ്? 6 അടി മണ്ണിലേക്ക് മനസ്സ് കിടത്തിയാൽ പുഴുക്കന് കടിച്ചു പറിക്കുന്ന ഈ ശരീരം 3 ദിവസം കഴിഞ്ഞ് നിന്റെ കബറിന്റെ മൂടി തുറന്ന നിന്റെ കണ്ണ് കാണില്ലടി പെണ്ണുകളെ. നിന്റെ അസ്ഥികൾ ഉരുകുകയാണ്, നിന്റെ മാംസം മണ്ണോട് മണ്ണ് ചേരുകയാണ്. നിന്റെ പെണ്ണേ പെണ്ണേ ദുർഗന്ധമാല കബറ് മുഴുവന നാറും നിനക്കുള്ള മാംസം മെല്ലെ അടുകുന്നു തോറും. പിന്നെ ആ കബറിന്റെ മൂടി തുറന്ന ആളുകൾ മൂക്കുപൊത്തി നിൽക്കുമെങ്കിലേ താജാ കണ്ണ് സീറ്റ് കറുപ്പിച്ച കണ്ണുകള് ചുവന്നു തുടുത്ത നിന്റെ കവിളുകള് കാണിക്കാൻ കൊടുത്തതല്ലേ, കണ്ടിക്കാന്ന് വിളിച്ച നിന്റെ ശരീരം എവിടെ? എല്ലാം ആരടി മണ്ണിലേക്ക് വന്നു പോകുമ്പോ പിന്നെ ഹെലികോപ്റ്റർ തകർന്നു പോയ നിന്റെ സൗന്ദര്യയുടെ ശരീരം ചിതറി തെറിച്ചു പോയില്ലേ? പൊന്നുമോളെ, പൊന്നു ചെറുപ്പക്കാരാ, ഓരോവറിൽ 6 സിക്സ് അടിച്ചിട്ട് നിന്നെ വിസ്മയപ്പെടുത്തിയ നിന്റെ യുവരാജ് സിംഗിന്റെ അണ്ണാക്കിലാണ് ക്യാൻസർ. ചാലക്കുടിയിൽ ജനിച്ച എന്റെ 5 വർഷമാസോട്ട്, പക്ഷെ ആ മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസറാ. 2 മണിക്കൂർ കണ്ണൂർ തിയേറ്ററിലിരുത്തി നിന്നെ കുടുകുടാ ചിരിപ്പിച്ചിട്ട് ഗതിയവിടെ അയാള് ജീവിതത്തിൽ ചിരിക്കാൻ പാടുപെടുകയാ. അതുകൊണ്ട് വേണ്ട മോനെ, വേണ്ട വേണ്ട മോനെ, വേണ്ട. അമ്മീ ഇല്ലല്ലാ എല്ലാം അർപ്പിച്ചിട്ട് നാളെ മരിക്കുന്ന നേരത്തെ സ്വർഗം കണ്ട് മരിക്കാ. നാളെ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാട് നിന്നെപ്പോലൊരു ചെറുപ്പക്കാരനല്ലേ ഹുബൈബ് ഇബ്നു അദീർ റളിയല്ലാഹു അൻഹു കരിമരത്തിൽ കയറ്റുകയാ, കൊലക്കയറ് കഴുത്തിൽ മുറുകുകയാ. സക്കറാത്തിൽ പടയുമ്പോ ആകാശത്ത് നിന്നായത്തിറങ്ങി യാ അയ്യത്തുഹന നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അഹമ്മദ് കബീർ മിടുക്കനാകുന്നതെപ്പോഴാ? അവൻ പ്രസംഗിക്കുമ്പോഴല്ല, അവൻ മരിക്കുന്ന സമയത്ത് മലക്ക് വരണം. പേടിക്കണ്ട, നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ. അല്ലാഹു ഇത് കേൾക്കാൻ തൗഫീഖ് നൽകട്ടെ, കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മഖ്തിം ആജാലനാ ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ മരിച്ചു കിടക്കുമ്പോ ബാഫക്കി തങ്ങൾക്ക് 30 ലക്ഷം സലാത്ത് കിട്ടുന്നത് പോലെ ഈ പള്ളി പണിത മനുഷ്യന് ഖിയാമത്ത് നാൾ വരെ സുജൂദ് ചെയ്യുമ്പോൾ മരിച്ചു പോയാലും കിട്ടുന്ന പ്രതിഫലമായി അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പടച്ചവനിൽ വിശ്വാസമർപ്പിച്ച് ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം സൽക്കർമ്മം ചെയ്ത് നാവ് കൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട് നല്ലത് മാത്രം ചെയ്ത് നാളെ മരിക്കുമ്പോ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സ്വർഗ്ഗം കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവിധ ഐശ്വര്യം അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരും ഒരാൾ എഴുന്നേൽക്കരുത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം. അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. നമ്മുടെ മടക്കര ജുമാ മസ്ജിദ്
ഞാനിതിൽ വരാൻ കഴിയുമെന്ന് ഒരിക്കലും ചിന്തിച്ചതേയല്ല. വബില്ലാഹി തൗഫീഖ് വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ ലാ ഹൗല വലാ ഖുവത ഇല്ല. നല്ല ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിനെ നിലനിർത്തി കൊടുക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന്റെ പരിസരത്ത് ആരും എഴുന്നേക്കരുത്. ഇനി ദുആ ചെയ്യണ സമയം. ഇതാണ് വിശ്വാസമില്ല. ഇപ്പൊ പറയടാ ദുആ തുടങ്ങി നമുക്ക് പോകാം, അള്ളാഹ് എന്തെങ്കിലും തരാൻ നിശ്ചയിച്ചിട്ടുണ്ട്, വേണ്ട നമുക്ക് പോയേക്കാം. ഇതായാലും നല്ല സദസ്സാണ്. പിരിവില്ല, ബക്കറ്റ് പിരിവില്ല, ഒന്നുമില്ല. എല്ലാ ഹംസ തന്നെയാണ്. അപ്പൊ കുല്ലു ഹംസ മിൻ ബൈന ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമായിലിഹിം, എല്ലാ ഹംസ, കുല്ലു ഹംസ. അപ്പോ സാധാരണ പിരിവിനാണ് എല്ലാവരും വിളിക്കുക. ഇൻഷാ അല്ലാഹ് റമദാന് ശേഷം ഞാൻ കണ്ണൂരോട്ടൊക്കെ വരുന്നുണ്ട്. തലശ്ശേരിയിൽ ഒരു പരിപാടിയുണ്ട്. പകല് കണ്ണൂർ പോലീസ് മൈതാനത്തുണ്ട്. നിങ്ങളെ കണ്ണൂരുകാരെ ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. എനിക്ക് വലിയ ഇഷ്ടമുള്ള നാടാണ്. പിന്നെ പത്രത്തിൽ വാർത്തയൊക്കെ കാണുമ്പോൾ ഇത്തിരി പേടിയുണ്ടെന്നേ ഉള്ളൂ. TP കൊല്ലുന്നതിന്റെ അന്ന് ഞാൻ കണ്ണൂരുണ്ട്. അന്ന് ഹർത്താലിന് എന്നെ റോട്ടിൽ പിടിച്ചു നിർത്തി. പിന്നെ ഞാൻ കണ്ണൂർ വിട്ടു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ അള്ളാഹു അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സിനെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോട് ഏത് കാര്യം പറഞ്ഞാലും എന്റെ നാട്ടിൽ അഞ്ചലിൽ നിങ്ങളെല്ലാവരും കാര്യമായി ദുആ ചെയ്യണം. ഒരു കുട്ടി വളരെ ചെറുപ്പക്കാരിയാണ്. ആദ്യത്തെ കുട്ടി അതിന്റെ കരള് മച്ചു വെക്കണം. 25 ലക്ഷം രൂപയാണ് അതിന്റെ ചെലവ്. ഫേസ്ബുക്കിലൊക്കെ അബുവിന്റെ സുഹൃത്താണ്. അബു ഫേസ്ബുക്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വെറും കൂലിപ്പണിക്കാരായ ഒരു ഭാര്യയും ഭർത്താവും. ഭർത്താവിനാകെ 24 വയസ്സ്, ഭാര്യയ്ക്ക് ഒരു 10-20 ഒക്കെ കാണും. അവരെ വളരെ സാധു ഫാമിലി കല്യാണം കഴിച്ചു. ആദ്യത്തെ കുട്ടി കരട് മാറ്റി വെക്കണം. 25 ലക്ഷം രൂപയിൽ അമൃതയിൽ. അതിനുവേണ്ടിയുള്ള ധനസമാഹരണം നടക്കുകയാണ്. കഴിയുന്ന സഹോദരങ്ങളൊക്കെ അക്കാര്യത്തിൽ എന്നെ ഒന്ന് വിളിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അക്കാര്യത്തിൽ കഴിയുന്നവരൊക്കെ ആ കുട്ടിക്ക് ഇപ്പൊ എല്ലാവരും കൂടി ഞങ്ങളൊരു വഅ്ള് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ നാട് അഞ്ചൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നടന്ന് ഫേസ്ബുക്കിലൂടെ ഇത് അറിഞ്ഞ കുറെ ആളുകൾ കുറച്ച് പൈസ ഇപ്പൊ കൊടുത്തു. ഹംസയുടെ ആ കാര്യം അബു പറഞ്ഞപ്പോൾ ഹംസ പറഞ്ഞു ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ അതിന് തരാമെന്ന്. അങ്ങനെ എല്ലാത്തിനും സഹായിക്കുന്ന ആളുകൾ നിങ്ങളൊക്കെ കാര്യത്തിൽ പങ്കാളികളാവും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇത് എന്റെ അവസാനത്തെ വാളും കൂടി. ഇനി റമദാന് മുമ്പ് വാളില്ല, തീർന്നു. നാളെ കൊല്ലത്തൊരു വാളും കൂടി ഉണ്ട്. 27-ാം തീയതി ഞാൻ ഔക്കാഫിന്റെ ഗസ്റ്റായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ UAE-യിലേക്ക് പോവുക. റമദാൻ 20 അവിടെയാണ്. എല്ലാവരും കാര്യമായിട്ട് ദുആ ചെയ്യും. പിന്നെ തിരിച്ചു വന്നിട്ടാണ് അടുത്ത പരിപാടിയുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രവർത്തകർ, ഇതിന്റെ മഹല്ല് ഭാരവാഹികൾ, ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും വിനീതിനു വേണ്ടി കാര്യമായി ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ എന്റെ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഒറ്റപ്പാലത്ത്, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് റമദാൻ കഴിഞ്ഞാൽ ഉടനെ തുടങ്ങിയ ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. ഇവിടെ ഖിറാഅത്ത് നടത്തിയത് ഹാഫിളല്ലേ ഹംസയുടെ സഹോദരിയുടെ മോന. അൽഹംദുലില്ലാഹ്. അള്ളാഹു നല്ല ഖിറാഅത്ത് അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അങ്ങനെയുള്ള ഹാഫിളീങ്ങൾ സഹോദരിയുടെ മോന. അൽഹംദുലില്ലാഹ്. അങ്ങനെയുള്ള ഹാഫിളീങ്ങൾ ഉണ്ടാവണം. ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. നമ്മുടെ മക്കളെ നമുക്ക് ഹാഫിളാക്കാൻ പറ്റിയില്ല. നമ്മുടെ ചെലവിൽ ആയുസിൽ ഒരു കുട്ടിയെ ഹാഫിളാക്കി. ഒരു കുട്ടിയെ ഹാഫിളാക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപയാണ് ചെലവ്. 3 വർഷം, മിനിമം 3 വർഷം. 1.5 ലക്ഷം രൂപയാണ് അതിന്റെ ചെലവ്. എന്റെ സ്ഥാപനത്തിൽ ഒരു കുട്ടി ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഹാഫിളാക്കിയേക്കാം എന്ന ആഗ്രഹമുള്ളവർ ഞാനുമായിട്ട് ബന്ധപ്പെടുക, ഇല്ലെങ്കിൽ ഹംസയായിട്ട് ബന്ധപ്പെടുക. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. മനോഹരമായൊരു പള്ളിയൊക്കെ ഉണ്ടായി. ഇനി ഇവിടെ ഒരു ഹിഫ്ദ് കോളേജും കൂടെ ഒക്കെ ഉണ്ടാക്കി. ഇത് പള്ളിയോട് അവസാനിപ്പിക്കരുത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു 10 കുട്ടികൾ നിരന്തരം ഖുർആൻ ഓതുന്ന ഒരു ഹിഫ്ദ് ഖുർആനും കൂടി ഇതിന്റെ പരിസരത്ത് ഉണ്ടാക്കണം. നിങ്ങളെല്ലാവരും കൂടി ഒക്കെ നോക്കിയാൽ നടക്കും. പള്ളി തീർന്നു. പള്ളിക്ക് ചുറ്റും ബാറക്കന ഹൗലഹു, അതിനു ചുറ്റും
ഒരു നല്ല ദറസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി, ഒരു സഹോദരൻ ദുആ ചെയ്യാൻ വേണ്ടി 6666 എന്റെ സ്ഥാപനത്തിലേക്ക് തന്നിട്ടുണ്ട്. 3620. അള്ളാഹുവിന്റെ മുറാദ് ഹാസിലാക്കട്ടെ, അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ. പല ഉദ്ദേശവുമായി 6666 33,000-ലധികം ആളുകൾ ഇതേവരെ സദക്ക നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് 32 വർഷമായി കുട്ടികളില്ലാത്തവർ, ബ്രെയിൻ ട്യൂമർ ബാധിച്ചവർ, 95% ബ്ലഡ് ക്യാൻസർ ബാധിച്ച രോഗി സദസ്സിൽ 4666 പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ ഉസ്താദ് 1% പോലും ക്യാൻസർ ഇല്ലെന്ന്. ഇന്ന് കേരളം മുഴുവനും ഖുർആനിൽ 6666 ആയത്തുണ്ട്. ഹിഫ്ള് കോളേജിലെ എന്റെ കുട്ടികൾക്ക് വേണ്ടി 6666 ധാരാളം ആളുകൾ, കേരളത്തിൽ 33,000-ലധികം ആളുകൾ എല്ലാ സദസ്സിലും ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.